योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. ആദ്യത്തെ ശ്ലോകമാണെന്നല്ലേ നോക്കിയത്. ന ഭൂമി ന തോയം ന തേജഃ ന വായു ന ഖം ന ഇന്ദ്രിയം വാ ന തേഷാം സമൂഹഃ. ഇത്രയും പറഞ്ഞതുകൊണ്ട് ന ഭൂമി എന്നുവെച്ചാൽ ഭൂമി പഞ്ചഭൂതങ്ങളിൽ ഉള്ള ഭൂമി തത്വം ഞാനല്ല. ന തോയം വെള്ളം, തോയം എന്ന് വെച്ചാൽ ജലം ഞാനല്ല. ഇവിടെ ഞാനല്ല എന്ന് പറയുമ്പോൾ അതുമായിട്ട് സംബന്ധപ്പെട്ട ഇന്ദ്രിയവുമായിട്ട് എനിക്ക് ബന്ധമില്ല. ഭൂമിയുമായി ബന്ധപ്പെട്ട ഇന്ദ്രിയമാണ് മൂക്ക്, ഘ്രാണേന്ദ്രിയം, മണം. ജലവുമായി സംബന്ധപ്പെട്ട ഇന്ദ്രിയമാണ് ജിഹ്വ, രസനേന്ദ്രിയം, നാവ്. അഗ്നിയുമായി സംബന്ധപ്പെട്ട ഇന്ദ്രിയമാണ് കണ്ണ്, ദൃശ്യം. വായുവുമായി സംബന്ധപ്പെട്ട ഇന്ദ്രിയമാണ് ത്വക്ക്, സ്കിൻ. ആകാശ സംബന്ധപ്പെട്ട ഇന്ദ്രിയമാണ് ചെവി. തേഷാം സമൂഹ, അതൊക്കെ കൂടി ചേർന്നതാണ് ശരീരം. ഇതെല്ലാം കൂടെ ചേർന്നതാണ് ശരീരം. തേഷാം സമൂഹ, ഇതിന്റെ സമൂഹം, സംഘാതം. ഇതൊന്നും ഞാനല്ല. എന്തുകൊണ്ടാ? അനൈകാന്തികത്വാത്, ഇതിലൊന്നും തന്നെ തനിച്ച് നിൽക്കില്ല, ഏകാന്തമായിട്ട് നിൽക്കില്ല. ഒക്കെ പരസ്പര ആശ്രയം, റിലേറ്റീവ് ആണ്. ഏത് രണ്ടെണ്ണം പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്നു അത് സത്യമായ വസ്തുവല്ല എന്നാണ് വേദാന്ത സിദ്ധാന്തം. അവസാനം വരുമ്പോ ഇന്നിപ്പോ സയൻസിനൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് എല്ലാം. വെൻ യു ട്രേസ് ഇറ്റ് ബാക്ക്, അൾട്ടിമേറ്റ് ആയിട്ട് 2 elements വിൽ റിമെയിൻ. ആ രണ്ടില് ഇത് ഇതിനെ ആശ്രയിക്കും, ഇത് ഇതിനെ ആശ്രയിക്കും. ഇതെവിടുന്ന് ജനിച്ചു? ഇതെന്ന് ജനിച്ചു. ഇതെവിടുന്ന് ജനിച്ചു? മണ്ണിന്ന് കുടം ഉണ്ടായി, കുടം. മരത്തുനിന്ന് വിത്തുണ്ടായോ, വിത്തുനിന്ന് മരം ഉണ്ടായോ. മുട്ടയെന്ന് കോഴി ഉണ്ടായോ, കോഴിന്ന് മുട്ട ഉണ്ടായോ. അവിടെ ഒന്ന് നിൽക്കും, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ലിമിറ്റേഷൻ ഓഫ് തിങ്കിങ്, അനാലിസിസ്, അവിടെ ഒന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇതിനാണ് പരസ്പരാശ്രയം എന്ന് പറയുന്നത്, മ്യൂച്വൽ ഡിപ്പെൻഡൻസ്. അങ്ങോട്ട് കിടക്കാൻ വയ്യ. അപ്പൊ അതെന്താ? അത് വെറും കള്ളാണ്. ഒന്നായി നിന്നയിഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ മതമിണ്ടാവതല്ല മമ. പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കിലിഹ നാരായണായ നമ. ഒന്നായ വസ്തു രണ്ടെന്ന് തോന്നിയത് തൊട്ടുണ്ടായ പ്രശ്നമാണ് നമ്മളുടെ ബുദ്ധിയെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുക. വെറുതെ തോന്നുകയാണ് രണ്ടായിട്ട്. ഒന്നേ ഉള്ളൂ, ഒരേ വസ്തുവാണ് എല്ലാം. ഒന്ന് തന്നെയാണ്, രണ്ടിന്റെ വേഷമാണ്. ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നു, രാമേശ്വരത്ത് പോയപ്പോ അനൗൺസ് ചെയ്തുകൊണ്ടേയിരിക്കും അമ്പലത്തില്, ഈ 27 തീർത്ഥങ്ങളിൽ നിന്നും വെള്ളം ഒഴിക്കാൻ 10 രൂപ മാത്രം കൊടുത്താൽ മതി, 10 രൂപയേ ഉള്ളൂ, അതിൽ കൂടുതൽ കൊടുക്കരുത്. മലയാളത്തിൽ പറയും, തമിഴിൽ പറയും, ഹിന്ദിയിൽ പറയും, അനൗൺസ് ചെയ്തുകൊണ്ടേയിരിക്കും.
പക്ഷെ അവിടെ വെള്ളം എടുത്ത് ഒഴിക്കുന്ന ആളുകൾ അവരൊക്കെ ഉണ്ട്. അവർ സമ്മതിക്കുകയില്ല. ആ 10 രൂപ കൊടുക്കേണ്ട സ്ഥലത്ത് 100 രൂപയെങ്കിലും മിനിമം കൊടുക്കേണ്ടി വരും ഒരാൾക്ക്. അപ്പോ അവിടെ ഉള്ള ഒരു പയ്യനോട് ചോദിച്ചു ഞാൻ, എന്താ ഈ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഇവർ ഇത്ര വാങ്ങിക്കണ്ടല്ലോ? അനൗൺസ് ചെയ്യുന്ന ആള് തന്നെയാണ് ഈ വഴിക്ക് ബക്കറ്റ് എടുത്തോണ്ട് വരുന്നത്. അനൗൺസ് ചെയ്യുന്ന ആള് തന്നെയാണ് ബക്കറ്റ് കൊണ്ടുവരുന്നത്. അദ്വൈതമാണ്. അദ്ദേഹം തന്നെയാണ് അവിടുന്ന് പറയണത്, ഈ വഴിക്ക് വരണത്. ഒരേ വസ്തു തന്നെയാണ് 2 വേഷം ഇടുന്നത്. നല്ലവനായിട്ടും ചിത്തയായിട്ടും ഗുണമായിട്ടും ദോഷമായിട്ടും പുണ്യമായിട്ടും പാപമായിട്ടും ഒക്കെ തോന്നണ വസ്തു ഒന്നാണ്. ആട്ടെ, അപ്പോ അനൈകാന്തികത്വാത് എന്നുവെച്ചാൽ ഐകാന്തികം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി നിൽക്കാൻ കഴിവുള്ള ഒരു വസ്തുവും തന്നെ നമ്മളുടെ ദൃശ്യപ്രപഞ്ചത്തിലില്ല. സൂര്യചന്ദ്രാദികളടക്കം ഒന്നും സ്വതന്ത്രമായിട്ട് നിൽക്കണില്ല, സ്വതന്ത്രമായി പ്രകാശിക്കുന്നുമില്ല. സൂര്യനൊക്കെ അറിയണമെങ്കിൽ കണ്ണ് വേണം, അല്ലേ? അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ്, മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണായ നമ. സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ അറിയണമെങ്കിൽ കണ്ണ് വേണം. കണ്ണ് സ്വതന്ത്രമാണോ? അല്ല, മനസ്സ് വേണം. മനസ്സ് സ്വതന്ത്രമാണോ? അല്ല, മനസ്സിനെ കാണുന്നു. മനസ്സില്ലാത്ത സ്ഥിതിയുണ്ട്, അതാണ് സുഷുപ്തീക സിദ്ധ. വീണ്ടും 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 യു ഹാവ് ടു കം ബാക്ക് ടു ദാറ്റ് സ്റ്റേറ്റ് വേർ ദർ ഈസ് നോ അതർ. എത്ര ന അന്യത് പശ്യതി ന അന്യത് ശൃണോതി ന അന്യത് വിജാനാതി സഭൂമാം. എത്ര അന്യത് പശ്യതി അന്യത് ശൃണോതി അന്യത് വിജാനാതി തദൽപം ഭൂമേവ സുഖം നാൽപേ സുഖമസ്തി. എവിടെ അന്യം കാണുന്നുണ്ടോ, എവിടെ തന്നിൽ നിന്ന് അന്യമായൊരു വസ്തുവിനെ കാണുകയോ മണക്കുകയോ രുചിക്കുകയോ സ്പർശിക്കുകയോ ചെയ്യുന്നുണ്ടോ, ദാറ്റ് ഈസ് ലിമിറ്റഡ്. അതാണ് അല്പം എന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ അവിടെ ബന്ധമുണ്ട്, ദുഃഖമുണ്ട്. നമ്മളുടെ വേക്കിംഗ് സ്റ്റേറ്റില് അന്യം മാത്രമാണോ ഉള്ളത്, സ്വപ്നത്തിലും അതെ. പക്ഷെ ആ സുഷുപ്തി എന്ന് പറയുന്ന സ്റ്റേറ്റില് അന്യമേ ഇല്ല. ഞാൻ, നീ, അവൻ ഒരു ഭേദവുമില്ല, അല്ലേ? അതുകൊണ്ട് അവിടെ എന്ത് കുഴപ്പം എന്താ ഉണ്ടായേ? ഒരു കുഴപ്പം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇതുവരെ നമുക്ക് സാധിക്കാത്ത ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ ദുഃഖത്തോടെ ഉറങ്ങി എന്ന് പറയാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. യൂണിവേഴ്സലായിട്ട് ഒരു കാര്യം മാത്രമാണ് ആരും ഇതുവരെ പറയാത്തത്, ഉറക്കത്തിൽ ദുഃഖം അനുഭവിച്ചു. വലിയൊരു ചോദ്യമാണത്. എന്തുകൊണ്ട് ആ സ്റ്റേറ്റിൽ മാത്രം? സ്വപ്നത്തിൽ നമുക്ക് ദുഃഖം വരുന്നുണ്ട്, ജാഗ്രതത്തിൽ ദുഃഖം വരുന്നുണ്ട്. പക്ഷെ ആ സുഷുപ്തി അവസ്ഥയിൽ ഒരു ദുഃഖത്തിനും അവിടെ പ്രവേശമേ ഇല്ല. ഏഷോസ്യ പരമോ ആനന്ദ സംപ്രസാദ. ബൃഹദാരണ്യക ഉപനിഷത്താണ് ഉപനിഷത്തുകളിൽ ഏറ്റവും വലുതും ഗംഭീരവും. സാധാരണ ഒരു ചൊല്ലുണ്ട്, നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊട്ടേഷൻ കൊടുത്താൽ ഏത് ഉപനിഷത്താണെന്ന് നമുക്ക് തന്നെ നിശ്ചയമില്ലെങ്കിൽ ബൃഹദാരണ്യകം എന്ന് പറഞ്ഞാൽ മതി. എന്താ കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത് അത് പോയി ആർക്കും നോക്കാൻ പറ്റില്ല, അത്ര വലുതാണ്. സോ യു ക്യാൻ ഈസിലി ജസ്റ്റ് കോട്ട്. രണ്ടാമത് കാര്യം, അതിലുണ്ടാവും. നമ്മൾ പറയണത് കള്ളാവില്ല, കാരണം ബാക്കിയുള്ള ഉപനിഷത്തുകളിലുള്ളതൊക്കെ അതിലുണ്ടാവും. 2 വിധത്തിൽ സത്യമാണ്. ബൃഹത് എന്നുള്ള പേര് തന്നെ അത് കുറിക്കണതാണ്. ശങ്കരാചാര്യരുടെ ഭാഷ്യങ്ങളിലും ഏറ്റവും വലുതാണത്. അത് മുഴുവനും അതിലനേകം ഭാഗങ്ങളില് നമ്മൾക്ക് വളരെ സഹജമായി സുലഭമായി കിട്ടിയിട്ടുള്ള ഈ ഡീപ് സ്ലീപ്പ് സ്റ്റേറ്റ്, സുഷുപ്തി അവസ്ഥയെ അങ്ങനെ നമുക്ക് കാണിച്ചു തരാണ്. അവിടെ എന്തുകൊണ്ടാണ് നമുക്ക് സുഖം ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് ആ സ്റ്റേറ്റിൽ മാത്രം ദുഃഖം ഒരിക്കലും ആർക്കും കൊണ്ടുപോകാൻ സാധിക്കാത്തത്?
അവിടെ എന്തുണ്ട്? നിശ്ചയമായിട്ട് നമുക്ക് ആ സ്റ്റേറ്റിൽ പോയിട്ട് ആ സുഷുപ്തി അവസ്ഥയിൽ ജ്ഞാനമുണ്ടാവില്ല. അവിടെ ജ്ഞാനമുണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് സാധാരണ വേദാന്തികൾ പറയണത് അവിടെ ഒരു ആവരണമുണ്ട്, മറഞ്ഞുപോയി, അതുകൊണ്ടാണ് അറിയാത്തതെന്ന്. പക്ഷെ ഒരിടത്ത് ഭാഷ്യക്കാരൻ പറയണത് അവിടെ ആവരണമോ അജ്ഞാനമോ ഒന്നുമില്ല സുഷുപ്തിയില്. അവിടെ ജ്ഞാനം ഉണ്ടാവാതിരിക്കാൻ കാരണം അവിടെ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. രണ്ടാമതൊരു വസ്തുവോ അറിയുന്നവനോ ഒക്കെ ഉണ്ടെങ്കിലല്ലേ ജ്ഞാനം വേണ്ടിയുള്ളൂ. അവിടെ രണ്ടേ ഇല്ല. അതുകൊണ്ട് അവിടെ ജ്ഞാനമോ അജ്ഞാനമോ ഒന്നുമില്ല. അവിടെ സുഖമായിട്ടിരുന്നു. ഈ വേക്കിംഗ് സ്റ്റേറ്റിൽ നിന്ന് അതിനെ നോക്കുമ്പോൾ അതിനെ ഉറക്കം എന്നൊക്കെ നമ്മൾ വിളിക്കണം. ആ സുഷുപ്തി എന്ന് പറയുന്നത് തന്നെ വലിയൊരു വിചാര പദ്ധതിയാണ്. അവിടെ അതിനെ ഒരു വശത്ത് നോക്കിയിട്ട് ഉറക്കമാണെന്നും അജ്ഞാനത്തിന്റെ ബാധയുണ്ടെന്നും ഒക്കെ പറയും. വേറെ ഒരു ഡയമെൻഷനിൽ നിന്ന് നോക്കിയിട്ട് അതിൽ ബ്രഹ്മമേ ഉള്ളൂ എന്നാണ്. ആത്മാവ് പ്രകാശിക്കുന്ന അവസ്ഥയാണത് എന്ന്. ശരീരത്തിന്റെ പ്ലെയിനിൽ നിന്ന് നോക്കിയാൽ അത് അജ്ഞാനമാണ്, ആലസ്യമാണ്, തമോ ഗുണമുണ്ട് എന്നൊക്കെ പറയും. വേറെ ഒരു ഡയമെൻഷനിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ ദുഃഖമില്ല, ശോകമില്ല. ആ അവസ്ഥയുടെ ഏറ്റവും വലിയ, ആ സുഷുപ്തി വിചാരത്തിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു 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 കൺവിക്ഷൻ വരികയാണ്, നമ്മളുടെ ഡെപ്തിൽ എവിടെയോ ഈ അമൃതത്വം, ഈ ആത്മാനുഭവം, ഈ ശോകമില്ലാത്ത സ്ഥിതി ഉണ്ട്. അതിനെ ഈശ്വരനായിട്ട്, നമ്മളുടെ അന്തര്യാമിയായിട്ട് തന്നെ ദിവസവും നമ്മൾക്ക് കുറച്ചു നേരം തരുന്നുണ്ട്. അതാണ് അതിന്റെ വലിയൊരു ബെനിഫിറ്റ്. അത് എത്ര വലിയ ദുഷ്ടനാവട്ടെ, നല്ല ആളാവട്ടെ, മഹാമോശമായിട്ടുള്ള ആളാവട്ടെ, അയാൾക്കും കുറച്ചു നേരത്തേക്ക് അത് കിട്ടും. എല്ലാവരും കുറച്ചു നേരത്തേക്കെങ്കിലും കേവലമായ ആത്മാവായി ഇരുന്നിട്ടാണ് എഴുന്നേറ്റ് വരുന്നത്. ജ്ഞാനിയായിട്ടുള്ള ആൾക്ക് ആ സ്ഥിതിയിൽ ആത്മാവാണുള്ളത് എന്ന് നല്ലവണ്ണം അറിഞ്ഞു എന്ന് വെച്ചോളൂ. ജാഗ്രത അവസ്ഥയിൽ വിചാരം കൊണ്ട് നിങ്ങൾ നോക്കൂ, ധ്യാനം കൊണ്ട് സമാധി കൊണ്ട് വരുന്ന അനുഭവവും വിചാരം കൊണ്ട് തെളിഞ്ഞിട്ടില്ലെങ്കിൽ നിൽക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഒരു എക്സ്റ്റസിയിലൊക്കെ ഇരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് പോണത്. എന്താന്ന് വെച്ചാൽ അത് യോഗം കൊണ്ടുവരുന്ന അനുഭവം യോഗം പോലെ തന്നെ പോകും. കാരണം യോഗോ ഹി പ്രഭവാപ്യയോ, വന്നിട്ട് പോകും. തെളിഞ്ഞ് നല്ലവണ്ണം വിചാരം ചെയ്ത് ആ യോഗസ്ഥിതിയിലോ ധ്യാനസ്ഥിതിയിലോ സുഷുപ്തിയിലോ ഏതൊരു സത്തയുണ്ടോ അതാണ് എന്റെ സ്വരൂപം, സോഹമസ്മി, ആ ശിവക്കേവലോഹം, അതാണ് ഞാൻ എന്ന് തെളിഞ്ഞ് അറിഞ്ഞ് ധീരനായി അമർന്നിടണമെന്നാണ്. ധീരനായി, അതാണ് എന്റെ സ്വരൂപം, അല്ലാതെ ഈ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഒന്നുമല്ല എന്ന് തത്വജ്ഞാനം ദൃഢമായാൽ സുഷുപ്തി അവസ്ഥയും ജാഗ്രത അവസ്ഥയും സ്വപ്നാവസ്ഥയും, മൂന്ന് അവസ്ഥകളും ഏതൊരു അധിഷ്ഠാനത്തിലാണോ സംഭവിക്കുന്നത്, ഏതൊരു സത്തയിലാണോ ഈ മൂന്നും വരികയും പോവുകയും ചെയ്യണത്, അതാണ് എന്റെ സ്വരൂപം എന്നറിയുമ്പോ ശിവക്കേവലോഹം, ആ ശിവമാണ് കേവലമായ ശിവം. കേവലം എന്ന് വെച്ചാൽ തനിച്ചു നിൽക്കുന്നത്. ബാക്കിയൊക്കെയോ അനൈകാന്തികത്വ, തനിച്ചു നിൽക്കില്ല. കേവലം എന്ന് പറയുമ്പോൾ അത് തനിച്ചു നിൽക്കും. എന്നുവെച്ചാൽ രണ്ടില്ലാതെ താൻ താനായി ജ്വലിക്കണതാണ്. അതിന് ഇന്ദ്രിയം വേണ്ട, മനസ്സ് വേണ്ട, ഒന്നും വേണ്ട. ഞാൻ എന്നുള്ള അനുഭവത്തിന് മാത്രം കണ്ണ്, മൂക്ക്, ചെവി, മനസ്സ്, ശരീരം ഒന്നും വേണ്ട. അഹം 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 എന്ന അനുഭവം സ്വതന്ത്രമാണ്, സ്വതസിദ്ധമാണ്, സെൽഫ് ഇഫൾജന്റ് ആണ്, സെൽഫ് നോയിങ് ആണ്. ബൈ നേച്ചർ ഇറ്റ്സെൽഫ് ഇറ്റ് ഈസ് നോളജ്. സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ.
അത് സത്യമാണ് എന്ന് വെച്ചാൽ അത് പരിണമിക്കണേയില്ല. എല്ലാം പരിണമിക്കുമ്പോഴും അഹമസ്മി, ഞാനുണ്ട് എന്നുള്ള അനുഭവത്തിൽ ഒരു പരിണാമമല്ല. അതിലൊരു കളങ്കവും സ്പർശിക്കാനേ കഴിയില്ല. തച്ഛുദ്ധം വിമലം, അത് നിർമ്മലമാണ്. വിശോകം, ഒരു ശോകവും അതിനെ സ്പർശിക്കുന്നില്ല. അമൃതം, അമൃതത്വം സ്വതസിദ്ധമാണ് അതിൽ. അതുകൊണ്ടാണ് നമുക്ക് ആർക്കും മരണം എത്ര കണ്ടാലും കേട്ടാലും കുറച്ചു നേരം മരണം എന്നൊക്കെ ചിന്തിക്കുമെന്നല്ലാതെ അത് കഴിഞ്ഞ് പിന്നെ മരണത്തിനെ കുറിച്ച് ഓർക്കാൻ പോലും പറ്റാതെ മറന്നുപോണത്. കാരണം ഇറ്റ് ഈസ് നോട്ട് എ റിയാലിറ്റി. ഒരാൾക്കും ലോകത്തിൽ സാധിക്കാത്ത കാര്യമാണ് ഞാൻ മരിച്ചു പോകും എന്ന് ദൃഢമായിട്ട് ഉള്ളിൽ കൊണ്ടു നടക്കുക. കുറച്ചു നേരം വയ്ക്കും, അത് കഴിഞ്ഞ് ഉള്ളും തള്ളിക്കളയും. എന്താന്ന് വെച്ചാൽ ഉള്ളിൽ അമൃതത്വമാണോ ഉള്ളത്. മരിക്കാൻ വിചാരിച്ചാൽ പോലും സാധിക്കില്ല. അമൃതമായ പൂർണ്ണവസ്തുവാണുള്ളത്. സമുദ്രത്തില് കടൽ അല പൊന്തുന്നു, നിൽക്കുന്നു, ലയിക്കുന്നു. അതുപോലെ ശരീരങ്ങൾ അനേകം പൊന്തും, ശരീരങ്ങൾ നിൽക്കും, ശരീരങ്ങൾ ലയിക്കും. ആ ഉള്ളിലുള്ള വസ്തുവിന് ഒരു ചലനവുമില്ല. മയ്യനന്ത മഹംബോധൗ ബഹുധാ വിശ്വവീചയ ഉദേതി അസ്തമായാതി നമേ വൃദ്ധി നമേ ക്ഷയ. അനന്തമായ സുഖസമുദ്രമായ എന്നില് അനേകം പ്രപഞ്ചങ്ങൾ പൊന്തുന്നു, നിൽക്കുന്നു, ലയിക്കുന്നു. എനിക്ക് വൃദ്ധിയില്ല, എനിക്ക് ക്ഷയമില്ല. ഞാൻ അതേപടി ഏകമായ അദ്വയമായ ആനന്ദസ്വരൂപമായിട്ട്. ഈ സത്യമാണ്, നമ്മളെക്കുറിച്ചുള്ള സത്യമാണത്. തദേകോവശിഷ്ട ശിവ കേവലോഹം. അതുകൊണ്ട് ഒന്നുകൊണ്ടും ബാധിക്കപ്പെടാത്ത ആ ശിവം മംഗളം. മംഗളം എന്ന് പറഞ്ഞാൽ ഭാഗവതമൊക്കെ എന്തുകൊണ്ടായി ഈ കല്യാണത്തിൽ കൊണ്ടുപോയിട്ടാണ് ഇപ്പം നിർത്തുന്നത് പലരും. രുക്മിണി കല്യാണത്തിൽ എന്താന്ന് വെച്ചാൽ അതാണ് മംഗളം എന്നാണ്. പരീക്ഷത്തിന്റെ മരണത്തോടുകൂടെ നിർത്തുക, ഭഗവാന്റെ മരണം അതൊന്നും പാടില്ലാണ്. മരണം അമംഗളാണ്. ശരിയാണ് ഒരു വിധത്തിൽ. എന്താന്ന് വെച്ചാൽ മരണം ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഇല്ലാത്തത് ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അമംഗളം എന്ന് പറയാം. പരീക്ഷത്തിന് മരണമൊന്നുമില്ല. മംഗളം എന്ന് വെച്ചാൽ ഏതിന് മൃത്യുവില്ലയോ, ഏത് ആനന്ദ സ്വരൂപമോ. നമ്മൾ കല്യാണം ആനന്ദമാണോ സുഖമാണെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് കല്യാണം മംഗളായിട്ട് നിർത്തുന്നത്. കല്യാണം മംഗളാണോ, മൃത്യു അമംഗളമാണോ ഒക്കെ ചോദ്യമാണ്. മംഗളം എന്ന് പറഞ്ഞാൽ എന്താ, ഭദ്രം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് അധ്യാത്മത്തിന്റെ ഉയരത്തിലേക്ക് കയറി പോവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അധ്യാത്മത്തിനെ നമ്മളുടെ താഴ്ചയ്ക്ക് കൊണ്ടുവരാൻ വല്ല വഴിയുണ്ടോ എന്നാണ് നമ്മളെപ്പോഴും നമ്മളുടെ ലാംഗ്വേജിൽ ട്രാൻസ്ലേഷൻ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് അതിനെ. അമൃതം നോക്കൂ, ഋഷികൾക്കും അറിയാം ഈ ജ്ഞാനം എന്ന് പറയുന്നത് എളുപ്പമാണോ കഷ്ടാണോ, എല്ലാവർക്കും സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ അവർക്കറിയാം ഇത് ആർക്ക് കിട്ടണോ അവർക്ക് കിട്ടും. പക്ഷേ അവർക്ക് വേറൊരു കാര്യം അറിയാം. ഈ ഒരു ജ്ഞാനം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത് ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്ന് പറയാത്തത്. പിന്നെ ഈ ജ്ഞാനം എങ്ങനെ വരും? അതിന് ഒറ്റ വഴിയേ ഉള്ളൂ. ആ ജ്ഞാനത്തിന് നിങ്ങളുടെ ഉള്ളിലെ എൻട്രൻസ് ഒരു ഇന്ദ്രിയത്തിലൂടെയാണ്. ചെവി എന്ന് പറയുന്ന ആകാശഗുണകമായ ഇന്ദ്രിയത്തിലൂടെയാണ്. അതുകൊണ്ട് അനുസ്യൂതം കേട്ടുകൊണ്ടേയിരിക്കാം. കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ അല്പമായി സ്ഫുരിച്ച് ഈ ശ്രവണ സംസ്കാരം പതുക്കെ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഈ സത്സംഗത്തിന് ഇത്രയധികം പ്രാമുഖ്യം കൊടുത്തത്. ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ. അഭദ്രം മംഗളം ശിവം. ആ ശിവം നമ്മളുടെ സ്വാഭാവികമായ സ്ഥിതിയാണ്. അത് നമുക്ക് സ്വതസിദ്ധമാണ്. അതാണ് ഞാൻ. അതില് യാതൊരു വിശേഷണങ്ങളും അതിന് മേലെ കയറ്റി വയ്ക്കരുത് എന്നാണ് ശങ്കരാചാര്യര് ബ്രഹ്മസൂത്ര ഭാഷ്യം
ശങ്കരന്റെ ഏറ്റവും വിഷമം പിടിച്ചതാണത്. പക്ഷെ അതിൽ ആദ്യത്തെ ഒരു പേജ് അധ്യാസഭാഷ്യം എന്ന് പറയും. അത് ഏകദേശം എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അതിലാണ് ശങ്കരൻ പറയണത്, ബ്രഹ്മം ആർക്കും അറിയപ്പെടാത്ത വസ്തുവാണോ എന്നാണ് ചോദ്യം. അറിയപ്പെടാത്ത വസ്തുവാണെങ്കിൽ അതിനെക്കുറിച്ച് വിചാരം ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഒട്ടും അറിയപ്പെടാത്ത ഒരു വസ്തുവിനെ എങ്ങനെ അനുഭവിക്കും? ശരി, അങ്ങനെയല്ല. ബ്രഹ്മം എല്ലാവർക്കും അറിയപ്പെടുന്ന വസ്തുവാണ്. ഏത് രീതിയിൽ? അഹം അഹം എന്ന രീതിയിൽ എല്ലാവർക്കും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ പിന്നെ വിചാരം ചെയ്യണ്ടല്ലോ. അറിയപ്പെട്ടിട്ടുള്ള വസ്തുവാണല്ലോ, പിന്നെ എന്തിനാ വിചാരം ചെയ്യണത് എന്ന് വെച്ചാൽ അവിടെയാണ് പറഞ്ഞത്, അറിയപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അത് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമാണ് എന്ന് അറിയണില്ല. അതിന്റെ മേലെ അനേക 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 വിശേഷണങ്ങളെ കയറ്റി വച്ചിരിക്കുകയാണ്. അതില് വർണ്ണം, ആശ്രമം, കർമ്മം ഒക്കെ കയറ്റി വച്ചിരിക്കുകയാണ്. അധ്യാസം എന്ന് പറയണം. കയറില് പാമ്പിനെ ആരോപിക്കുന്ന പോലെ, കുറ്റിയിൽ ഭൂതത്തിനെ ആരോപിക്കുന്ന പോലെ ആത്മാവിൽ ശരീരത്തിനെയും മനസ്സിനെയും ആരോപിച്ച് ആ ശരീരത്തിന്റെയും മനസ്സിന്റെയും എന്തൊക്കെ വിശേഷണങ്ങളുണ്ടോ ആ വിശേഷണങ്ങളൊക്കെ തന്നെ ആത്മാവിൽ കൽപ്പിച്ചിരിക്കുകയാണ്. ആ കൽപ്പനകളെയൊക്കെ ലൗകികത്തിന് അതൊക്കെ വേണം, അക്സെപ്റ്റഡ്. നോക്കണം, ലൗകികത്തിൽ നമ്മള് എന്തെങ്കിലും കൽപ്പനയില്ലാതെ സാധിക്കില്ല. പഴയ കാലത്ത് ചാതുർവർണ്ണ്യം വളരെ പ്രബലമായിരുന്നപ്പോ ആ കൽപ്പനയായിരുന്നു സമൂഹത്തിന്റെ വ്യവസ്ഥിതിക്കുള്ള ഓട്ടം തന്നെ. വർണ്ണത്തിനനുസരിച്ചാണ് പ്രവൃത്തിയും രാജാവ് ഭരണം നടത്തിയിരുന്നതൊക്കെ. അതേപോലെ ഇന്നത്തെ കാലത്ത് നമ്മള് എന്ത് പ്രൊഫഷനിൽ ഇരിക്കണോ ഒക്കെ ഇപ്പൊ ഗവൺമെന്റിൽ പോയി ചോദിച്ചാല് അവരുടനെ ആപ്ലിക്കേഷൻ കൊണ്ടുവരാൻ പറയും. ആപ്ലിക്കേഷനില് എന്താ പേര്, ഇനിയിപ്പോ ജാതിയൊന്നും ഇല്ല എന്നൊക്കെ അവർ പറഞ്ഞാലും ജാതിയാണ് ആദ്യം ചോദിക്കണത്. എന്ത് ജാതി? സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറയും, ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറയും, റിലീജിയൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറയും, ഒക്കെ വിശേഷണങ്ങൾ. അതിനു മേലെ തൊഴിൽ, എന്ത് തൊഴിലാണ് എഴുതൂ. ജനിച്ചിട്ടുണ്ടോ അതിനൊരു സർട്ടിഫിക്കറ്റ്. നിങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് അതൊന്നും അവർക്ക് പോരാ, ജനിച്ചതിനൊരു സർട്ടിഫിക്കറ്റ് വേണം, മരിച്ച അതിനൊരു സർട്ടിഫിക്കറ്റ് വേണം. ഒക്കെ സമൂഹം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ബ്ലണ്ടേഴ്സ്. ഭാഗവതത്തിൽ ഭരതയോഗീശ്വരൻ പറയുന്നുണ്ട്, ഈ വ്യവഹാര ജീവിതവും വേദാന്തവും ചേർന്നു പോവുകയില്ല എന്നാണ്. കാരണം ഒന്ന് വെളിച്ചമാണ്, ഒന്ന് ഇരുട്ടാണ്. ഒന്ന് വെളിച്ചമും ഇരുട്ടുമാണ്. തമഃപ്രകാശവത് വിരുദ്ധ സ്വഭാവയോ. ഇരുട്ടും വെളിച്ചവും പോലെയാണ്. അതുകൊണ്ട് സാമൂഹിക ജീവിതവും സത്യദർശനവും തമ്മില് പൂർണ്ണമായി ചേർന്നു പോവാനേ സാധിക്കില്ല. സത്യദർശനം നേടിയ ആള് സമൂഹത്തിൽ നിന്ന് അധികമായും പുറത്തു പോകും. പോയിട്ടില്ലെങ്കിലും അയാൾ ഒരു വിധത്തിൽ നാടകം നടത്തേണ്ടി വരും. എന്താന്ന് വെച്ചാൽ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ദിസ് ഡെഫിനിഷൻ ഈസ് അബ്സല്യൂട്ട്ലി നെസസറി. സം കൈൻഡ് ഓഫ് ഡെഫിനിഷൻ അബൌട്ട് യു. അപ്ലിക്കേഷൻ ചോദിക്കുമ്പോ നിങ്ങളുടെ പേര്, എനിക്ക് പേരില്ല. നിങ്ങൾക്ക് തൊഴിൽ, ഞാൻ ഒരു കർമ്മവും ചെയ്യുന്നില്ല. നിങ്ങളുടെ ജാതി, എനിക്ക് ജാതിയില്ല. നിങ്ങളുടെ നാട്, ഞാൻ സർവ്വദേശത്തിലും വ്യാപിച്ചു നിൽക്കുന്ന വസ്തുവാണ്. നിങ്ങളുടെ അച്ഛൻ, ന മാതാ പിതാ, ഒന്നുമില്ല, എനിക്ക് അച്ഛനില്ല, അമ്മയില്ല. നിങ്ങളുടെ ബയോഡാറ്റ, എനിക്ക് ശരീരമേ ഇല്ല. നിങ്ങൾ ആരാണ്? ഞാൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ വസ്തുവാണ്. ജോലി കിട്ടുമോ? നിങ്ങൾ പറയണത് സത്യമാണ്. നിങ്ങൾ പറയണത് ഇറ്റ്സ് അബ്സല്യൂട്ട് ട്രൂത്ത്. പ്രാമാണികമായ സത്യമാണ്.
എന്നുവെച്ചാൽ പ്രമാണം കൊണ്ടുള്ള സത്യമാണ്. ഇന്ദ്രിയ പ്രമാണമോ മനസ്സിന്റെ പ്രമാണമോ ബുദ്ധിയുടെ അതോറിറ്റിയോ അല്ല. ബൈ ദ അതോറിറ്റി ഓഫ് ദ വേദാസ്, അതോറിറ്റി ഓഫ് ദ റിയൽ എക്സ്പീരിയൻസ്. അതിന് സമൂഹത്തിലോ ഒരിടത്തും വിലയില്ല, ഉണ്ടാവാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ എല്ലാ നിയമങ്ങളും വ്യവഹാരവും അജ്ഞാനത്തിൽ ബേസ്ഡ് ആണ്. അതുകൊണ്ട് ഇനി പറയാൻ പോണ കാര്യങ്ങളൊക്കെ തന്നെ ജ്ഞാനത്തിനാണ്. നോക്കണം, ഇതിനെ സാമൂഹികമായി ചിന്തിക്കരുത്. സാമൂഹികമായിട്ട് ഭേദങ്ങളും സാമൂഹികമായിട്ട് വ്യവഹാരവും സാമൂഹികമായിട്ടെല്ലാം ഉണ്ടാവും, which nobody can avoid in some form or the other. പക്ഷെ എന്തൊക്കെ തന്നെ ആത്മാവിൽ ആരോപിക്കപ്പെടുന്നുണ്ടോ അതൊന്നും തന്നെ സത്യമല്ല. ഞാൻ ഇന്നവനാണ് 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 ഒന്നും സത്യമല്ല. രമണ ഭഗവാന്റെ അടുത്ത് കുറെ ഫ്രീഡം ഫൈറ്റേഴ്സ് ചെന്നിട്ട് മഹർഷിയുടെ അടുത്ത് ചോദിച്ചു, ഭഗവാൻ, ഈസ് ഇറ്റ് നോട്ട് അവർ ഡ്യൂട്ടി ടു ബി പാട്രിയോട്ടിക്? ഭഗവാൻ ആ സ്റ്റേറ്റിൽ നിന്ന് തന്നെയാണ് ആൻസർ. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ടു ബി ദിസ് ഓർ ദാറ്റ് ഈസ് നോട്ട് യുവർ റിയൽ നേച്ചർ. ബി ആസ് യു ആർ. ടു ബി ദിസ് or that is not your real nature. Be as you are. ഇതോ അതോ ആ ഇരിക്കണത് നിന്റെ സ്വരൂപമല്ല, നീ എന്തോ അതായിട്ടിരിക്കുന്നു. ഇരുந்த படிக்கே இரு என்றான் എന്തൈ രമണ മറയോനേ. മൃഗനാഥ സ്വാമിയുടെ പാട്ടാണ്. ഭഗവാന്റെ ഉപദേശം, ഇരുந்த படிக்கே இரு என்றான், കിടந்த படிக்கே കിടവെன்றான், செலுத்தும் வழிக்கே செல் என்றான். അപ്പൊ അടുത്ത ശ്ലോകം, നവർണാനവർണാശ്രമാചാര ധർമാഃ നമേ ധാരണാധ്യാനയോഗാദയോപി നവർണാഃ നവർണാശ്രമാചാരധർമാഃ. വർണ്ണം ചാതുർവർണ്ണ്യം, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രൻ. ഇതിനാണ് നമ്മൾ ഇന്ന് ജാതി എന്ന് വിളിക്കുന്നത്. ന വർണ്ണാഹ, ഈ ചാതുർവർണ്ണ്യം ഫിസിക്കലി നോക്കിയാൽ ലോകത്തിലെ എല്ലായിടത്തും കാണും. ജ്ഞാനപ്രധാനമായിട്ടുള്ളവരും സംസ്കാരപ്രധാനമായിട്ടുള്ളവരും രജോഗുണ ക്ഷത്രിയ പ്രധാനമായിട്ടുള്ളവരും വ്യാപാരപ്രധാനമായിട്ടുള്ളവരും ശൗചാചാരവിഹീനരായിട്ടുള്ളവരും ഒക്കെ കാണും നമുക്ക്. ഇതൊക്കെ ശരീരമണ്ഡലത്തിലാണ്. ഇതൊക്കെ ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ വർണ്ണം ജാതി ഒന്നുമില്ല, ഞങ്ങൾ ജാതിയില്ലാത്തവരാണെന്നൊക്കെ പറഞ്ഞാലും എല്ലാവരും ശരീരമുള്ളവരെ ഒരു ജാതി അല്ലെങ്കിൽ വേറൊരു ജാതി ഉണ്ടാക്കും. ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ ജാതിയല്ലേ ഇത്? അതിനേക്കാളും ഭയങ്കര കടന്ന ദ്വേഷമല്ലേ അങ്ങടും ഇങ്ങടും അല്ലേ? രാഷ്ട്രീയത്തിന്റെ പേരിൽ ദ്വേഷമാണ്, അവിടെയും ജാതിയുണ്ട്. ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് കുറച്ചു പേര് പറയണു, ഞാൻ കോൺഗ്രസ് ആണെന്ന് പറയണു, ഇവൻ അവനെ കണ്ടാൽ തന്നെ ഇവൻ മറ്റവനാണെന്ന് പറയും. അതേപോലെ തന്നെ ബലമായിട്ട്. സോ ഒരു സിസ്റ്റത്തിന്റെയും കുഴപ്പമില്ല, മനുഷ്യന്റെ ദേഹാഭിമാനമുള്ളവരെ മനുഷ്യൻ അസുരനാണ് ഒരു വിധത്തില്. ആ അസുര സ്വഭാവം നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതൊക്കെ കടന്നുപോയ ആളാണെന്ന് പറഞ്ഞാൽ ആരും അഭിമാനിക്കാൻ പറ്റില്ല. EMS നമ്പൂതിരിപ്പാടായാലും ശരി, രാമസ്വാമി നായ്ക്കരായാലും ശരി, ആർക്കും ദേഹാഭിമാനത്തിന്റെ ലെവലില് ഞങ്ങൾക്ക് ജാതിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. രാഷ്ട്രീയം ഉണ്ടോ? അതൊരു ജാതിയാണ്.
രാഷ്ട്രീയം ഒരു ജാതിയാണ്. കേരളീയനാണ്, തമിഴ്നാട്ടുകാരനാണ് പറയണ്ടോ, ഒരു ജാതിയാണ്. ഞാൻ ഈ വീട്ടിലെ ആളാണെന്ന് പറയേണ്ട ഒരു ജാതിയാണ്. ആസ് ലോങ് ആസ് യു ഐഡന്റിഫൈ വിത്ത് ദിസ് പീസ് ഓഫ് ഫ്ലഷ്, യു ആർ ലിമിറ്റിംഗ്, ബൈഫർക്കേറ്റിംഗ്, സെപ്പറേറ്റിംഗ് യുവർ സെൽഫ്. അൺഅവോയ്ഡബിൾ. അപ്പൊ ജാതിയും വർണ്ണമോ ആശ്രമമോ എന്തെങ്കിലും ഒരു ഐഡന്റിഫിക്കേഷൻ വരും. ഇതൊന്നും തന്നെ ആത്മാവിലില്ല എന്നാണ്. നോക്കണം, ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ നിഷേധിക്കണം എന്ന് പോലുമില്ല. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഞാൻ എന്നുള്ള അനുഭവത്തിനെ ശ്രദ്ധിച്ചാൽ മതി. ആ അനുഭവത്തിൽ ശ്രദ്ധ പോയാൽ തന്നെ കാണാം അതിന് ഡെഫിനിഷനേ കൊടുക്കാൻ പറ്റാത്ത വസ്തുവാണത്. അതില് ഒരു വിധത്തിലുള്ള സൂപ്പർ ഇമ്പോസിഷനും സാധ്യമല്ല. ഇറ്റ് ഈസ് അൺഡിഫൈനബിൾ, ഇൻസ്ക്രൂട്ടബിൾ, touchless, whole, self-knowing, ever-existent. എപ്പോഴും ഉള്ളത് അമൃതം. ഒരു വ്യാഖ്യാനവും വിശേഷണവും കൊടുക്കാൻ കഴിയും. നിർവിശേഷം, നിരഞ്ജനം, നിഷ്കളം, നിഷ്കളങ്കം, പൂർണ്ണം. ആ പൂർണ്ണമായ വസ്തു നമ്മൾ ഈ അഹം അഹം എന്ന അനുഭവത്തിനെ ശ്രദ്ധിച്ച് ആ അനുഭവത്തിൽ നിന്ന് അങ്ങടും ഇങ്ങടും പോവാതെ ഇരിക്കാൻ പഠിച്ചാലേ മതി. ഈ അനുഭവത്തിന് ഞാനുണ്ട്, അത്രേ ഉള്ളൂ. ഈ ഞാൻ എന്താ ശ്രദ്ധിക്കുമ്പോ കാണും നമുക്ക് ഈ വിശേഷണങ്ങളൊന്നുമില്ല. സൊസൈറ്റി. രണ്ട്, ഞാൻ എങ്ങനെയാ ജ്ഞാനം നേടുക എന്ന് ചോദിക്കുമ്പോ ആരോ പറഞ്ഞു കൊടുത്തു, നിങ്ങളൊരു രൂപത്തിനെ ധ്യാനിക്കൂ, അതിനെ മനസ്സിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കൂ. അതിന് ധാരണ എന്നു പേര്. കുറച്ചുനേരം അതിനെ പിടിച്ചു നിർത്തിയാൽ മനസ്സ് അതിൽ തന്നെ നിൽക്കും. അത് ധ്യാനം. ഇങ്ങനെ അനേക വർഷങ്ങൾ ധാരണയും ധ്യാനവും അഭ്യസിക്കുന്നു ഉപാസനാ മണ്ഡലത്തിൽ പല ആളുകളും. അത് ഉപാസനയാണ്. ഉപാസനയിലും ഈഗോ ഉണ്ട്. ജ്ഞാനത്തിലേക്ക് വരുമ്പോ എവറിത്തിങ് ഗെറ്റ്സ് ഡിനൈഡ്. നോക്കണം, ഇതൊന്നും വേണ്ടെന്നല്ല പറയണത്. നമ്മൾ സൊസൈറ്റിയിലുള്ളപ്പോ ഒരു ഡെഫിനിഷൻ നമ്മൾക്ക് ഫിസിക്കൽ ബോഡിക്ക് ഉണ്ടാവും. അതേപോലെ സാധനയിൽ വരുമ്പോ ധാരണ, ധ്യാനം എന്നുള്ള അഭ്യാസം ഉണ്ടാവും. പക്ഷെ ജ്ഞാനത്തിൽ വരുമ്പോ ധാരണാധ്യാനം പോലും അനാത്മാശ്രയ, അനാത്മാവിനെ ആശ്രയിച്ചുകൊണ്ടാണ്. ഞാൻ എന്നൊരാളുണ്ട് എന്ന് കൽപ്പിച്ചു. ഈ ഞാൻ ധ്യാനിക്കുകയാണ്, ഞാൻ എന്തോ നേടിയെടുക്കാൻ പോവാണ്, ഞാൻ എന്തോ പ്രാപിക്കാൻ പോവാണ്. ധ്യാനിക്കുന്നവൻ, ധ്യാനിക്കപ്പെടുന്ന വസ്തു, ധ്യാനം ഒക്കെ ഉണ്ട്. ഈ ധ്യാനിക്കണവൻ ആരാ? ധ്യാനം ചെയ്യുന്ന ആളാരാ? ഞാൻ എന്താണ്, ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോ ഞാൻ എന്നുള്ള അഹന്ത മമത പോയി കഴിഞ്ഞാൽ ഉത്തമ സാധകന് ഞാൻ ആര് എന്നുള്ള വിചാരം മാത്രം മതി. ശ്രദ്ധ അതിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ധ്യാനം, അത് തന്നെ സന്ധ്യ, അത് തന്നെ അനുഷ്ഠാനം, എല്ലാം. ഞാൻ ആരാണ്, ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ്, അഹം അഹം എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ്, എനിക്കറിഞ്ഞു, എനിക്കറിഞ്ഞില്ല, ഞാൻ ബന്ധത്തിലിരിക്കുന്നു, എനിക്ക് സംസാരം, എനിക്ക് ദുഃഖം, ഞാൻ ഇന്നവനാണ്, ഞാൻ ഇന്ന വംശത്തിൽപ്പെട്ട ആളാണ് ഒക്കെ പറയുമ്പോൾ എല്ലാത്തിന്റെ പുറകിലും ശ്രദ്ധിച്ചാൽ കാണാം ഈ അഹം മമ അധ്യാസം. അഹം മമ എന്നുള്ളതാണ് ഇവിടെ അധ്യാസമായിട്ട് പറയണത്. അഹം മമ. ഈ അഹം മമ ആവട്ടെ അനാത്മാശ്രയ. ശരീരം, മനസ്സ്, ബുദ്ധി ഈ സംഘാതത്തിനെ പിടിച്ചുകൊണ്ടാണ് അഹം മമ എന്ന് പറയണത്. ഈ അഹം എന്താണെന്ന് ആരാഞ്ഞു നോക്കുമ്പോ ഹാനാത് അത് മറഞ്ഞു പോകും.
ആരായുകിൽ തിരകൾ നീരായിടുന്നു, ഫണി നാരായിടുന്നു, കുടവും പാരായിടുന്നു. ആരാഞ്ഞു നോക്കുമ്പോ തിരകൾ നീരായിടുന്നു. ഈ തിര എന്താണെന്ന് അന്വേഷിച്ച് നോക്കുമ്പോ തിരയില്ല, ജലമേ ഉള്ളൂ. അതുപോലെ ഈ അഹം 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 എന്ന അഭിമാനത്തിന്റെ സ്വരൂപം എന്താണ് എന്ന് ശ്രദ്ധിക്കും തോറും അഭിമാനം കേവലമായ ചിത്തില്, ഇരുപ്പില്, അഖണ്ഡത്തില്, പ്രജ്ഞയിൽ, ബോധത്തിൽ. അതിനെ അറിഞ്ഞു കഴിഞ്ഞവന് ന വർണ്ണാഹ ന വർണ്ണാശ്രമാചാരധർമാഹ, അയാൾക്ക് വർണ്ണമോ ആശ്രമമോ ഇല്ല. ഗൃഹസ്ഥനോ തത്വമറിഞ്ഞ് ജ്ഞാനി, ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ സന്യാസിയോ ഒന്നുമല്ല. ജ്ഞാനിക്ക് ഒരേ ഒരു പേരാണ് ശാസ്ത്രം കൊടുക്കുന്നത്, അതിവർണാശ്രമി, അത്യാശ്രമി. ജ്ഞാനി അത്യാശ്രമിയാണ്, ആശ്രമധർമ്മങ്ങളെ കടന്നുപോയ ആളാണ്. പക്ഷെ അത് പുറത്തു പറയാൻ പറ്റില്ല. അതുകൊണ്ട് ജ്ഞാനിയെ സംബന്ധിച്ച് അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഏത് ആശ്രമത്തിൽ വേണമെങ്കിൽ ഇരിക്കാം. അയാളുടെ പ്രാരബ്ധം എവിടെയോ അവിടെ ഇരിക്കും, നിയതി എങ്ങനെയോ അങ്ങനെ ഇരിക്കും. പക്ഷെ ഒന്നും അയാളെ ബാധിക്കില്ല. ഹി ബിലോങ്സ് ടു എ സ്പെഷ്യൽ കാറ്റഗറി. അയാള് നമ്മളുടെ ഒരു വിശേഷണ കാറ്റഗറിയിലും പെടില്ല. അയാൾ ഗൃഹസ്ഥനല്ല, അയാൾ ബ്രഹ്മചാരിയല്ല, അയാൾ സന്യാസിയുമല്ല. അതാണ് ഹസ്താമലകീയത്തില് ഹസ്താമലകൻ പറഞ്ഞത്, നാഹം മനുഷ്യോ നച ദേവയക്ഷോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഹ ന ബ്രഹ്മചാരി ന ഗൃഹീ വനസ്ഥഃ ഭിക്ഷുർന ചാഹം നിജബോധരൂപ. ഞാൻ നിജബോധരൂപനാണെന്ന്. ഞാൻ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ സന്യാസിയോ അല്ല. ഈ ഡെഫിനിഷൻ വിശേഷണങ്ങളൊന്നും എനിക്ക് ചേരില്ല. കേവലമായ നിജബോധരൂപനാണ് ഞാൻ. ചിത്താണ്, ചിന്മയനാണ്, നിർവികൽപ്പനാണ്, നിജബോധരൂപ. ഈ തത്വജ്ഞാനം ആർക്ക് വന്നു, അവൻ തനി സ്വർണം പോലെയാണ്. തനി സ്വർണം ആഭരണം ഉണ്ടാക്കാൻ കൊള്ളില്ല. അതില് കലർപ്പുണ്ടെങ്കിലേ ആഭരണത്തിന് കൊള്ളുള്ളൂ. തനി തങ്കം കൊണ്ട് ആഭരണം ഉണ്ടാക്കാൻ പറ്റില്ല, ഇത്തിരി കലർന്നാലേ പറ്റുള്ളൂ. ഈ തത്വജ്ഞാനം ദൃഢമായവൻ, അതുകൊണ്ട് തന്നെ അയാളെ കൊണ്ട് ലോകത്തിൽ അപ്പൊ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അയാൾ തോന്നിയ പോലെ നടക്കുമോ? ഒരിക്കലും സാധ്യമല്ല. തോന്നിയ പോലെ ഒന്നും നടക്കില്ല. അയാള് തോന്നിയ പോലെ നടക്കണമെങ്കിൽ തോന്നൽ വേണമല്ലോ. തോന്നലേ അയാൾക്കില്ല, പിന്നെ എങ്ങനെ തോന്നിയ പോലെ നടക്കും? ഈ തത്വജ്ഞാനം വന്നവൻ, ചിലര് ഇപ്പോ ഈ ജ്ഞാനമൊക്കെ എന്തുകൊണ്ടാ അധികം പുറത്തു പറയാൻ പാടില്ല എന്ന് പറയണമെന്ന് വെച്ചാൽ, ഇത് കേട്ടിട്ട് ചിലപ്പോ ആളുകള് ഞാൻ ആ സ്ഥിതിയിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒന്നും എന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞു പോകുമെന്ന് വന്നിട്ടാണ് ജാഗ്രതയായിട്ടിരുന്ന ഋഷികൾ. പക്ഷെ അങ്ങനെ പറയുന്ന ആളുകൾക്ക് ഈ ജ്ഞാനമൊന്നും വേണ്ട, അല്ലെങ്കിലും അയാൾ വേറെ എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ട് പറയും. ഈ തത്വജ്ഞാനം ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് കംപ്ലീറ്റ്ലി അനിഹിലേറ്റ്സ് ദ ഈഗോ. അഹങ്കാരത്തിനെ മുഴുവൻ നിശേഷം ഇല്ലാതാക്കും. അഹങ്കാരം ഇല്ലാതായാൽ തന്നെ സകല ദൂഷ്യം ഇല്ലാതായി. കാരണം എല്ലാ ദൂഷ്യത്തിന്റെയും ബേസിക് മെറ്റീരിയൽ അഹങ്കൃതിയാണ്. അത് ഉണ്ടെങ്കിലേ അയാളെ കൊണ്ട് ഇനി ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ ദൂഷ്യം സാധിക്കുകയുള്ളൂ. അത് പോയ ആള് ശരിക്കും ടേക്ക് ഇറ്റ് ഫോർ ഗ്രാന്റഡ്, ഉത്തമ ജ്ഞാനനിഷ്ഠൻ, വ്യവഹരിക്കാൻ പറ്റില്ല. വ്യവഹാരം ചിലപ്പോൾ നടക്കും അവർക്ക് ചുറ്റും. അവർ കേവലം ഇരുന്നു കൊടുത്തുകൊണ്ട് കാര്യം നടക്കും. അല്ലാതെ അവരുടെ വൊളിഷനോടുകൂടെ പ്ലാൻ ചെയ്ത് സങ്കല്പം ചെയ്ത് പ്രവർത്തിച്ച് പരിശ്രമിച്ച്, ജ്ഞാനികളും വലിയ വ്യവഹാരമൊക്കെ ശങ്കരാചാര്യർ ചെയ്തില്ലേ അല്ലേ, നാരായണ ഗുരുസ്വാമി ചെയ്തില്ലേ. നാരായണ ഗുരുസ്വാമിയുടെ ജീവിതം നോക്കിയാൽ അറിയാം, അദ്ദേഹം ഒന്നുമേ ചെയ്യാത്ത പോലെ തോന്നും കണ്ടാൽ. നിന്നുകൊടുക്കുകയാണ്, എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കണം, നിന്നുകൊടുക്കുകയാണ്. ടാഗോർ വന്നിട്ട് നാരായണ ഗുരുവിന് വലിയൊരു കോംപ്ലിമെന്റ് കൊടുത്തു, അങ്ങ് എത്ര വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നത് എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല, നാം ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. വളരെ ഗൗരവമായിട്ട് തന്നെ, നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല, നാം ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. അദ്ദേഹത്തിനെ വെച്ചുകൊണ്ട് നടത്തിയതാണ് കാര്യം. നടക്കുമ്പോ
അത് ബാധിക്കില്ല. ഗാന്ധിജി പോലും പല കാര്യങ്ങൾ അങ്ങനെയാണ്. ഗാന്ധിജി അതുകൊണ്ടാണ് ആ കർമ്മത്തിന് ഇത്രയും വിശേഷം. ഗാന്ധിജി ഒരു യോഗസ്ഥിതിയിൽ ഇരുന്നുകൊണ്ട് ചെയ്തു എന്ന് വേണം പറയാൻ. കാരണം അദ്ദേഹം അതിനെയൊക്കെ അനലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു, ആ സ്റ്റേറ്റിനെയൊക്കെ. എങ്കിലും പലപ്പോഴും ആ സ്ഥിതിയിലായിരുന്നു. ദണ്ഡി യാത്രയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, എനിക്ക് അറിഞ്ഞില്ല എന്നാണ്. ഇത്ര വലിയൊരു കാര്യമാണ് നടക്കുന്നത് തന്നെ ഐ വാസ് നോട്ട് കോൺഷ്യസ്. ഉള്ളില് രാമനാമം ജപിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയത് മാത്രമേ എനിക്ക് അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല എന്ന്. ഇത്രയും വേഗത്തിൽ നടന്നു എന്നും അവിടെ പോയി ഇതൊക്കെ ചെയ്തു എന്നും ഒക്കെ മറ്റുള്ളവർ പറയണതാണ്. അതൊരു യോഗസ്ഥിതിയാണ്. അദ്ദേഹം ആ സ്റ്റേറ്റിൽ പുറത്തു പോയി എന്നുവെച്ചാൽ അതൊരു പ്രത്യേക സ്ഥിതിയിലാണ് അദ്ദേഹത്തിന് ആ ശക്തി ഇരുത്തിയത്. പൊതുവെ ജ്ഞാനനിഷ്ഠന് എന്തെങ്കിലുമൊക്കെ ബൈ വൊളിഷൻ വ്യവഹാരം ഉണ്ടാവാൻ പറ്റില്ല. കാരണം എന്താ, ആ ദൂഷ്യം അയാളൊന്ന് പോയി കഴിഞ്ഞു. സ്വയം ഒരു എഫേർട്ട് ഇട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വെച്ചാൽ, നല്ല സംഗീത കച്ചേരിയിൽ അപസ്വരത്തോടുകൂടെ ഒരു വാദ്യം വായിക്കണ പോലെയാണ് ജ്ഞാനിക്ക്. സാധിക്കില്ല. വളരെ നല്ലൊരു ടെസ്റ്റ് ഇതാണത്. നമുക്ക് ജ്ഞാനിയാണോ അല്ലയോ എന്ന് അറിയാനുള്ള വഴി അതാണ്. ശ്രദ്ധിച്ചാൽ മതി. അവര് സ്വയമേവ എഫേർട്ട് ഇട്ട് വല്ലതും ചെയ്യുന്നുണ്ടോ, സങ്കല്പിച്ച് വല്ലതും ചെയ്യുന്നുണ്ടോ, പ്ലാൻ ചെയ്ത് വല്ലതും ചെയ്യുന്നുണ്ടോ ശ്രദ്ധിച്ചാൽ മതി. whether they are disturbed by their action, അവർക്ക് അഭിമാനം ഉണ്ടോ, എന്തെങ്കിലും വേണം എന്നുള്ളുണ്ടോ, എന്തെങ്കിലും കിട്ടുമ്പോൾ സന്തോഷവും കിട്ടിയിട്ടില്ലെങ്കിൽ സന്താപമൊക്കെ ഉണ്ടോ. ചിലപ്പോ സർഫസിൽ ചിലപ്പോൾ തോന്നിയെന്ന് വരും. പക്ഷെ നല്ലവണ്ണം ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം ഇതൊന്നും എവിടെ ബാധിക്കപ്പെടുന്നില്ലയോ അവിടെയാണ് തത്വജ്ഞാന ദാർഢ്യം. ആചാര്യസ്വാമികൾ വളരെ ശഠിച്ചു പറയുന്ന ഒരു കാര്യമാണ്, ജ്ഞാനനിഷ്ഠ വ്യവഹാരത്തിനല്ല, അത് കേവല ചിന്മാത്ര സ്ഥിതി. അങ്ങനെയുള്ള ജ്ഞാനിയെ കൊണ്ട് ലോകത്തിന് എന്ത് ഉപകാരം? അയാളുടെ എക്സിസ്റ്റൻസ് തന്നെ ലോകത്തിന് വലിയ അനുഗ്രഹമാണ്. അയാളുടെ ഇരിപ്പ് തന്നെ ലോകത്തിന്, ഹി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഫോഴ്സ് ഇൻ ദ യൂണിവേഴ്സ്. കാരണം ആ ചിന്മാത്രമായ സ്ഥിതി തന്നെ എല്ലാത്തിനും വേണ്ട അനുഗ്രഹം എല്ലാവർക്കും കിട്ടിക്കൊള്ളും. മനസ്സെന്ന് പറയുന്ന ഒരു ശക്തി, അതൊരു ഫോഴ്സാണ്. ഫിസിക്കൽ ഫോഴ്സ്, മെന്റൽ ഫോഴ്സ്, അതിൻ്റെയൊക്കെ സോഴ്സ് ആയിട്ടുള്ള ഫോഴ്സാണ് ജ്ഞാനിയിലുള്ളത്. അത് അൺഇന്ററപ്റ്റഡ് എമനേഷനാണ്. വിച്ഛിത്തിയില്ലാത്ത പ്രവാഹമാണ് അവിടെ. അതുകൊണ്ട് തന്നെ അതിനേക്കാളും വലിയൊരു അനുഗ്രഹമൊന്നും ഉണ്ടാവാനില്ല. ഞാൻ എന്റെ എന്നുള്ള അഭിമാനം പോയതുകൊണ്ട് ജ്ഞാനിക്ക് ഇനിമേൽ ധ്യാനം പോലും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് കർമ്മം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ, ഉപാസനാ ധ്യാനം മുതലായിട്ടുള്ളത് പോലും ജ്ഞാനിക്ക് ചെയ്യാൻ പറ്റില്ല. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വൈചിത്ര്യം തോന്നും. ജ്ഞാനിക്ക് അതുപോലും സാധ്യമല്ല. ശങ്കരാചാര്യർ പറയണു, ആചാര്യസ്വാമികളുടെ ഭാഷ്യത്തിന് വെച്ചുകൊണ്ടാണ് ഞാൻ പറയണത്, നിങ്ങൾ എന്ത് ദൃഷ്ടാന്ത പണി കാണിച്ചോളൂ. ഉത്തമ സന്യാസി, ജ്ഞാനി സന്യാസിയൊക്കെ അദ്ദേഹം ഒരേ അർത്ഥത്തിലാണ് പറയണത്. അനുഷ്ഠാനം പോലും ചെയ്യാൻ പറ്റില്ല എന്നാണ്. കാരണം ഒരു ആരംഭം അവസാനമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വിച്ഛിത്തി ഉണ്ടാവും. നിത്യനിരന്തരം ഭഗവാൻ രമണ ഭഗവാനെ കണ്ടാൽ അറിയാം, ഒന്നും പ്രത്യേകമായി പുറത്തൊന്നുമില്ല, പക്ഷെ നിരന്തരം ആ സ്ഥിതിയിലാണ്. അനുഷ്ഠാനം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന അർത്ഥമല്ല. 24 മണിക്കൂറും അവിഛിന്നമായി രാവും പകലും ഇല്ലാത്ത ആ ആനന്ദ സച്ചിദാനന്ദ സ്ഥിതിയില് സർവത്ര വെള്ളപ്പൊക്കമായിരിക്കുമ്പോ ആരെങ്കിലും പൈപ്പ് അന്വേഷിച്ചു പോവോ? യാവാനർത്ഥ ഉദപാനേ സർവത സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. ഭഗവാൻ ഗീതയില് പറയണതാണ്, സർവത്ര വെള്ളപ്പൊക്കമുള്ളപ്പോ വാട്ടർ ടാങ്ക് അന്വേഷിച്ചു പോയിട്ട് കാര്യമില്ലാത്ത പോലെ വിജാനതഃ ബ്രാഹ്മണസ്യ, ജ്ഞാനിയായ ബ്രാഹ്മണന് സർവേഷു വേദേഷു, വേദങ്ങൾ കൊണ്ടുപോലും അയാൾക്കൊന്നും സാധിക്കാനില്ല, ശാസ്ത്രങ്ങൾ കൊണ്ടുപോലും സാധിക്കാനില്ല.
നവർണാശ്രമാചാരധർമ്മ എന്ന് വെച്ചാൽ അവന് ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്ന് ശാസിക്കാൻ ഒരു ശാസ്ത്രത്തിനോ ഒരു അതോറിറ്റിക്കോ അധികാരമില്ല. വേദം തന്നെ പറയണത് എന്റെ വാക്കല്ല, ബ്രഹ്മവാദിനോ വദന്തി, ബ്രഹ്മവാദികൾ പറയണം. എന്നുവെച്ചാൽ ജ്ഞാനികളുടെ വാക്കിനെയാണ് ഞാൻ പറയണതെന്നാണ് വേദമാതാവ് പറയുന്നത്. അവരുടെ ദർശനമാണ്. അപ്പൊ നവർണാശ്രമാചാരധർമാഹ, ഒരു ഡെഫിനിഷനും ഒരു ആചാരമോ ധർമ്മമോ ഇന്നത് ചെയ്യൂ ഇന്നത് ചെയ്യരുത് ഒന്നും തന്നെ അഭിമാനം പോയവന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അയാള് ഈശ്വരനാൽ നിയന്ത്രിക്കപ്പെട്ടിട്ടാണ് ശരീരം ചലിക്കുന്നത്. അതുകൊണ്ട് അതിൽ രാഗദ്വേഷത്തോടു കൂടിയോ കാമക്രോധത്തോടു കൂടിയോ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവാൻ പറ്റില്ല. ധർമ്മം ഇല്ല എന്ന് പറഞ്ഞാൽ അയാൾ അധർമ്മം പ്രവർത്തിക്കുമെന്ന് അർത്ഥമല്ല. അധർമ്മം മുൻപേ പോയിരിക്കണം. അവസാനം ഞാൻ ധർമ്മിഷ്ഠനാണെന്നുള്ള അഭിമാനവും പോയി. അപ്പോ പിന്നെ ദാറ്റ് ബോഡി ബിക്കംസ് എ മിയർ ഫോഴ്സ്, an ഇൻസ്ട്രുമെന്റ്. ലോകത്തിലെ വ്യവഹരിക്കാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. ആ ജ്ഞാനനിഷ്ഠൻ നിത്യനിരന്തര സമാധിസ്ഥിതനാണ്. അയാളുടെ സമാധി എന്ന് പറയുന്നത് ട്രാൻസ് അല്ല, മെഡിറ്റേഷൻ അല്ല, അത് മനസ്സിന്റെ ഒരു അവസ്ഥയല്ല, അത് ആത്മാവിന്റെ സ്ഥിതിയാണ്, സ്വരൂപമാണ്. ഭാഷ്യത്തില് എവിടെ ഗീതയിൽ സമാധി എന്നുള്ള വാക്ക് വരുന്നുണ്ടോ അവിടെയൊക്കെ ശങ്കരാചാര്യർ അർത്ഥം പറഞ്ഞിരിക്കുന്നത് സമാധി ആത്മാ. അതിനെ വെർബായിട്ടല്ല നൗണായിട്ടാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. സമാധി ആത്മാ. സമാധിർ നാമ അവസ്ഥ എന്ന് പറഞ്ഞില്ല, സമാധി ആത്മാ. സമാധി എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപം എന്നർത്ഥം എന്നാണ്. ആ ആത്മസ്വരൂപത്തിനെ അറിഞ്ഞവനാണ് അവൻ ആത്മസ്വരൂപിയാണ്, അവൻ ആത്മാവാണ്, അവൻ നിത്യശുദ്ധനാണ്, പൂർണ്ണനാണ്. അതാണ് നമ്മളുടെ സ്വരൂപം, അതാണ് നമ്മള്. അതിനെ അറിഞ്ഞ് നമ്മൾ സ്വയം പൂർണ്ണമാവുമ്പോൾ നമ്മളുടെ സ്വതസിദ്ധമായ പൂർണ്ണത്വം, ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കുന്ന ശുദ്ധി, നൈർമല്യത, ശിവം, മംഗളം, അത് നമുക്ക് പ്രകാശിക്കും. അതാണ് മഹർഷിയോട് തന്നെ, രമണ മഹർഷിയെ കാണുമ്പോൾ തന്നെ ചില ആളുകളൊക്കെ വന്ന് കുറേ നേരം ശ്രദ്ധിച്ചിട്ട് ഒരാൾ ചോദിച്ചു, സ്വാമി നിങ്ങൾ എപ്പോഴാ ധ്യാനിക്കാൻ പോവുക? നിങ്ങൾ എപ്പോ സമാധിയിലിരിക്കും? മഹർഷി ഉത്തരവൊന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു, എന്താ സമാധിയിലിരിക്കുക, ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഗുഹയുടെ ഉള്ളിൽ പോയി ഇരിക്കണോ? എന്താ വേണ്ടത്? എവിടെ പോയിരിക്കണം? അഹം മമ അധ്യാസഹാനാത്, ഞാൻ എന്റെ എന്നുള്ളത് ഉള്ളിന്ന് പോയാൽ നമ്മൾക്ക് ഈശ്വരനും അത്രേ വ്യത്യാസമുള്ളൂ. ഈശ്വരനെക്കാളും നമുക്ക് അധികമായിട്ടുള്ള ഒരു കാര്യമാണ്. അക്ബർ ചക്രവർത്തി അടുത്ത് ആരോ ഒരാള് കവിത എഴുതി പാടി. എന്നിട്ട് അയാൾ പറഞ്ഞു, നിങ്ങൾ ഈശ്വരനേക്കാളും മേലെയാണെന്ന് പറഞ്ഞു. അപ്പൊ അക്ബറിന് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാതില്ല, കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് നമ്മളെ സ്തുതിക്കുക എന്ന് പറയുന്നത്. ആശ്രമത്തിലെ ഒരാൾ എന്നോട് ചോദിച്ചു, ഈ തിരുവണ്ണാമലയിൽ സിദ്ധന്മാരൊക്കെ ഉണ്ട് എന്ന് പറയണ്ടല്ലോ, എവിടെയാ കാണാൻ പറ്റുക നമുക്ക് ചോദിച്ചു. ഈ ഇടയ്ക്ക് അദ്ദേഹത്തിനടുത്ത് ഇപ്പൊ എന്താ പറയാ പറഞ്ഞു, ഈ സിദ്ധന്മാരൊന്നും അന്വേഷിച്ച് നടക്കണ്ട, ഉള്ളിലുള്ള വസ്തുവിനെ കണ്ടാൽ മതി, നിങ്ങൾ തന്നെ ഏറ്റവും വലിയ സിദ്ധൻ എന്ന്. വലിയ സന്തോഷമായിട്ട് തന്നെ എല്ലാവരും അവസാനം കേൾക്കാൻ ആശിക്കുന്ന കാര്യമാണത്. നമ്മൾ എന്തൊക്കെ തന്നെ അത് വേറെ വിധത്തിൽ ധരിച്ചാലും, നമ്മൾ എത്ര സിദ്ധന്മാരെ കണ്ടാലും അവസാനം നമ്മളാണ് ഏറ്റവും വലിയ സിദ്ധൻ എന്നുള്ളത് നമ്മളുടെ ഉള്ളിൽ എവിടെയോ ഉണ്ട്. ഏറ്റവും വലിയ സിദ്ധി ആത്മസിദ്ധിയാണ്. അപ്പൊ അക്ബർ ഇങ്ങനെ കേട്ടപ്പോ അക്ബർ സഭയിലുള്ളവരോടൊക്കെ ചോദിച്ചു. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഈശ്വരനേക്കാളും വലിയ ആളാണെന്ന് പറയണു, ശരിയാണോ ചോദിച്ചു.
മുസ്ലിംസാണ് അവര്. ഒരിക്കലും അവരത് പറയില്ല, ഒരിക്കലും അവർ സമ്മതിക്കില്ല. അതേസമയം അക്ബറിന് പേടിയുണ്ട്. അപ്പൊ അവരൊന്നും ആരും മിണ്ടില്ല. അപ്പൊ അവരൊക്കെ കൂടെ തീരുമാനിച്ചു ബീർബലിനെ കൊടുക്കാൻ ഇതാണ് ഒരു വഴി. അയാള് ഈശ്വരനെക്കാളും അങ്ങ് വലുതാണെന്ന് ചക്രവർത്തിയോട് പറഞ്ഞാൽ നമ്മള് മതത്തിന്റെ പേരിൽ മൂപ്പരെ വേണ്ടത് ചെയ്യാം. അല്ല, ഇനിയിപ്പോ ഈശ്വരനെക്കാളും അക്ബർ ചോട്ടിലാണെന്ന് പറഞ്ഞാൽ രാജാവ് നോക്കിക്കോളും എന്താ വേണ്ടതെന്ന് വെച്ചാൽ സന്ദർഭം വരുമ്പോ എന്തെങ്കിലും ചെയ്തോളും. അപ്പൊ ബീർബലിനെ കുടുക്കി വിട്ടിട്ട് പറഞ്ഞു, അക്ബറോട് പറഞ്ഞു, ബീർബൽ ബുദ്ധിമാനല്ലേ, ബീർബലോട് ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ബീർബലോട് രാജാവ് ചോദിച്ചു, ഇതുപോലെ ഒരാൾ കവിത പാടിയിരിക്കണു ബീർബൽ, ഞാൻ ഈശ്വരനെക്കാളും വലിയ ആളാണെന്ന് പറഞ്ഞു, എന്താ തന്റെ അഭിപ്രായം? ബീർബൽ പറഞ്ഞു, അതെ, അയാൾ പറഞ്ഞത് ശരിയാണ്. സഭയിലുള്ളവരൊക്കെ ഒന്ന് നിൽക്കണ്ട, ഈശ്വരന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതെന്താ അത്? എല്ലാവരും ഉറക്കെ ചോദിച്ചു അത്രേ. അതായത് ഈശ്വരന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരാളെ നിങ്ങളുടെ രാജ്യത്ത് നിന്നും ബാനിഷ് ചെയ്യും, നാട് കടത്താം. ഈശ്വരന് ഒരിക്കലും അത് സാധിക്കില്ല എന്നാണ്. കാരണം എവിടെ കിടത്തും? എന്റെ രാജ്യത്ത് നിന്ന് പുറത്തു പോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും, ഈശ്വരന് ഒരിക്കലും ഇത് പറയാൻ പറ്റില്ല എന്നാണ്. ഞാൻ എന്റെ എന്ന് പറയുമ്പോ തന്നെ ലിമിറ്റേഷൻ വന്നു. ഞാൻ എന്റെ എന്ന് പോയാൽ തന്നെ അപരിമിതമായി. നമുക്ക് ഈശ്വരനുള്ള വ്യത്യാസം തന്നെ ഞാനെന്നും എന്റെ എന്നും, അഹം മമ അധ്യാസം. ഇത് രണ്ടും ഉള്ളെന്ന് പോയാൽ സർവവും നമ്മളുടെയാണ്. നമ്മൾ ഈ ഞാൻ എന്റെ എന്ന് പറയണത് കൊണ്ട് നമുക്ക് എന്തോ ഒരു ലാഭമാണ് ഉണ്ടാവണത് എന്നാണ്. വ്യവഹാരത്തിൽ അത് സത്യമാണ്. നിയമമൊക്കെ നോക്കുമ്പോ ഗവൺമെന്റ്, ആധാർ എഴുത്ത്, രജിസ്ട്രേഷൻ ഒക്കെ നോക്കുമ്പോ ശരിയായിരിക്കും. പക്ഷെ പാരമാർത്ഥികമായിട്ട് ആന്തരികമായ തത്വത്തില് ഉള്ളിൽ നോക്കുമ്പോ അത് രണ്ടും പോണത് കൊണ്ട് നമുക്ക് പരമലാഭമാണ്. നമ്മളൊരു പുതിയ മാജിക് പ്ലെയിനിൽ കാലുവെക്കും. എപ്പോ ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് പോയോ വളരെ വലിയൊരു സിദ്ധിയാണ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുക. നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ വിവേകാനന്ദ സ്വാമി അടുത്ത് പറയണ്ട്, എന്തോ ഒരു ആക്ടിവിറ്റി വലിയൊരു പ്ലാൻ ചെയ്യുമ്പോ ഇതിന് പണം എവിടെന്ന് ചോദിക്കുമ്പോ വിവേകാനന്ദ സ്വാമി പറയണ്ട്, മണി ഇറ്റ് വിൽ പോർ ഡൗൺ ഫ്രം ദ ഹെവൻസ് ബിക്കോസ് ഐ വാണ്ട് ഇറ്റ്. എന്റെ സ്വാർത്ഥതയ്ക്കല്ല. സ്വാർത്ഥതയില്ലാത്ത ആള് പിരിക്കേണ്ട ആവശ്യമില്ല, പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല, സങ്കല്പം ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് പണം എവിടുന്ന് കിട്ടുമെന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. അതിന് ഈ കൗശലം, ഇൻഡസ്ട്രിയൽനെസ്, വ്യവസായ ബുദ്ധി, വ്യാപാരം ഒന്നും ആവശ്യമില്ല. മിണ്ടാതിരുന്നാൽ മതി, പണം വന്നിങ്ങനെ വീഴും. അയാൾക്ക് വേണ്ട. പക്ഷെ ഇഫ് ഇറ്റ് ഈസ് നെസസറി, അയാൾ പിരിക്കണ്ട, അയാൾ പ്ലാൻ ചെയ്യണ്ട, അയാൾ സങ്കല്പം ചെയ്യണ്ട, അയാൾ ഒരു വിധത്തിലുള്ള കാര്യവും ചെയ്യേണ്ട ആവശ്യമില്ല. നാരായണ ഗുരുസ്വാമി അടുത്ത് പറയണ്ട്, ഈ ആശ്രമം കിട്ടാൻ ശിവഗിരിയിൽ പുറപ്പെട്ടപ്പോ സ്ഥലം എവിടെ? സ്ഥലമല്ലേ ഉള്ളത്, എഴുതി വാങ്ങിക്കാനാണ് ആളില്ലാത്തതെന്നാണ്. മുമ്പിൽ വന്ന് നിൽക്കും, ഒന്നും ചെയ്യണ്ട, ചോദിക്കേ വേണ്ട, പണത്തിന് ആരോടും ചോദിക്കണ്ട, ഒന്നും ചോദിക്കണ്ട. നമ്മൾ പിച്ചക്കാരനാവേണ്ട ആവശ്യമേ ഇല്ല, ആരുടെയും പുറകെ നടക്കണ്ട, ചക്രവർത്തിയായിട്ടിരിക്കാം. ഒക്കെ നമ്മളുടെ പുറകെ വരും. അഭിമാനമായിട്ടല്ല, അഭിമാനമില്ലാതിരിക്കുമ്പോ, അഭിമാനമേ ഇല്ലെങ്കിൽ, ഡിസയറേ ഉള്ളിലില്ലെങ്കിൽ. പതഞ്ജലി തന്നെ പറയേണ്ടത് സർവരത്നലാഭം എന്നാണ്. എന്ന് വെച്ചാൽ ലോകത്തുള്ള രത്നങ്ങളൊക്കെ അയാളുടെ മുമ്പിൽ വന്ന് നിൽക്കും, എത്ര വേണമെന്ന്. ആർക്കാണോ ഒരു ആഗ്രഹവും ഇല്ലാത്തത്, ഒന്നും ഒരാളോടും ചോദിക്കാതെ, അവനാണ് ചക്രവർത്തി, അവനാണ് സമ്രാട്. അയാൾക്ക് ഒന്നും വേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ അയാൾ പൂർണ്ണനാണ്. സന്തുഷ്ടനാണ്. ആ സ്ഥിതിയിൽ എന്താ വേണ്ടെന്ന് വെച്ചാൽ തനിയെ നടക്കും.
അഹം മമ ഉള്ളിന്ന് പോയാൽ ചെറിയ കാര്യമാണ് നമുക്ക് തോന്നണത്. നമുക്ക് ഏറ്റവും പേടിയുള്ള കാര്യം അത് വിടലാണല്ലോ. സ്പിരിച്വാലിറ്റി, ആധ്യാത്മികത എന്ന് പറഞ്ഞ് വലുതായിട്ട് അറിയാനൊന്നുമില്ല. ഇത്രയും പുസ്തകം ശാസ്ത്രം പഠിക്കാനൊന്നുമില്ല. വളരെ സിമ്പിളാണ്. ഞാൻ എന്റെ എന്നുള്ളത് ഇഫ് ഇറ്റ് ഗെറ്റ്സ് എക്സ്റ്റിങ്വിഷ്ഡ്, ജ്ഞാനം കൊണ്ടേ അത് പോവുള്ളൂ. അല്ലാതെ വ്യവഹാരം കൊണ്ടോ ഇത് അറിയണത് കൊണ്ടൊന്നും പോയില്ല. അത് അതിന്റെ സ്വഭാവം എന്താണെന്ന് അറിഞ്ഞാൽ കുറ്റിയിലുള്ള ഭൂതം മറഞ്ഞുപോയി കുറ്റി നിൽക്കണ പോലെ, കയറിലുള്ള പാമ്പ് പറഞ്ഞുപോയി കയറ് നിൽക്കണ പോലെ അഭിമാനം മറഞ്ഞുപോയി ആത്മാവ് അവശേഷിക്കും. ആ ജ്ഞാനം കൊണ്ടേ അത് മറഞ്ഞു പോകുള്ളൂ. അനുഭവജ്ഞാനം, പുസ്തകജ്ഞാനമോ വിചാരജ്ഞാനമോ ഇന്റലക്ച്വൽ നോളജ് അല്ല. ആ തത്വജ്ഞാനം, ദൃഢജ്ഞാനാനുഭവം ഉള്ളിലുണ്ടെങ്കിലേ അത് മറഞ്ഞു പോകുള്ളൂ. അത് മറഞ്ഞു പോയാൽ ഒന്നിന്റെയും കുറവ് നമുക്കില്ല, ഒരു കുറവ് നമുക്കില്ല. പൂർണ്ണമാണ്, പൂർണ്ണമാണ്. നിറഞ്ഞ കടൽ പോലെയാണ്. ഒന്നിന്റെയും കുറവുണ്ടാവില്ല. ഒന്നും അലഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. അഹം മമാധ്യാസഹാനാത് തദേകോ വശിഷ്ട ശിവ കേവലോഹം. അങ്ങനെ ഞാൻ എന്റെ എന്നുള്ളത് പോയി യാതൊരു ഡെഫിനിഷനുമില്ലാതെ കേവലമായി നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വഭാവമായിട്ടുള്ള ശിവം, പൂർണ്ണത, ചിത്ത്, ആനന്ദം, നിർമ്മലമായ ചിദാകാശമാണ് ഞാൻ. ശിവമാണ് ഞാൻ എന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകം നാളെ കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല.